السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. بسم الله الرحمن الرحيم. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. يا أيها الذين كفروا لا تعتذروا اليوم إنما تجزون ما كنتم تعملون. صدق الله مولانا العظيم. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് നാം അവതരിപ്പിക്കുന്നത് സൂറത്തു തഹ്രീമിലെ 6-7 ആയത്തുകളുടെ വചനപ്പൊരുളുകളാണ്. അതായത് വിശുദ്ധ റമളാനിന്റെ അവസാനത്തെ പത്തിലേക്ക്, അതായത് നരകമോചനത്തിന്റെ പത്തിലേക്ക് കാലൂന്നുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നിങ്ങളുടെ ഓർമ്മയിൽപ്പെടുത്തുന്നത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, വആഖിറുഹു ഇത്ഖും മിനന്നാർ, റമളാനിന്റെ അവസാനത്തെ 10 നരക മോചനത്തിന്റെ 10 എന്ന്. അപ്പൊ നരകത്തിൽ നിന്ന് മോചനം വാങ്ങുക. ഇന്നലെ രാത്രി മുതൽ നാം അല്ലാഹുമ്മ ഇത്ഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ എന്ന ദിക്ർ ചൊല്ലാൻ ആരംഭിച്ചു. നരകത്തിൽ നിന്നുള്ള മോചനമാണ്, സ്വർഗലബ്ധിയും നരകമുക്തിയുമാണ് ഇതിലൂടെ നാം ചോദിച്ച് റബ്ബിനോട് ഉറപ്പാക്കുന്നത്. ഇത് പരമാവധി നാം ഉപയോഗപ്പെടുത്തണം. ഈ 10 എത്ര തവണ ഈ ദിക്ർ ചൊല്ലാൻ പറ്റുമോ അത്രയും തവണ അധികരിപ്പിച്ച് ചൊല്ലണം. മാത്രമല്ല, കാര്യഗൗരവത്തോടെ ആയിരിക്കണം അത് ചൊല്ലേണ്ടത്. അല്ലാഹു തആല അവന്റെ വിശുദ്ധ ഖുർആനിൽ സൂറത്തു തഹ്രീമിന്റെ 6-7 ആയത്തുകളിലൂടെ പഠിപ്പിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനു, ഓ വിശ്വാസികളെ, ഖൂ അൻഫുസക്കും വഅഹ്ലീകും നാറ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ നരകത്തെ തൊട്ട് കാക്കണം. നരകത്തെ തൊട്ട് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ കാക്കണേ. നരകത്തിൽ കടന്നു പോകുന്നതിനെ തൊട്ട് നിങ്ങളെയും നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളെ, നിങ്ങളുടെ സ്വന്തം കുടുംബങ്ങളെയും നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. കാരണം ആ നരകത്തിൽ കത്തിക്കുന്നത് മറ്റെന്തെങ്കിലുമല്ല, ദുർജനങ്ങളായ മനുഷ്യരും അതുപോലെ തന്നെ കല്ലുകളുമാണ്. ആ മനുഷ്യരുടെ ശിക്ഷയ്ക്ക് ആക്കം കൂട്ടാൻ കരിങ്കല്ലുകളുമാണ് നരകത്തിൽ കത്തിക്കപ്പെടുന്നത്. വഖൂദുഹന്നാസു വൽ ഹിജാറ അലൈഹ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്. നരകമെന്ന തടവറയിൽ നിന്ന് നിങ്ങൾക്ക് ആ ജയിൽ ചാടി രക്ഷപ്പെടാൻ കഴിയുമെന്ന് ഒരാളും കരുതരുത്. ആ തടവറ വളരെ വളരെ കടുപ്പമുള്ള തടവറയാണ്. ആ തടവറയിൽ നിങ്ങളെ ജയിൽ വാർഡന്മാരായി അല്ലാഹു തആല, നിങ്ങളുടെ ജയിൽ വാർഡന്മാരായി അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ളത് ആ സബാനിയാക്കളായ മലക്കുകളെയാണ്. ആ സബാനിയാക്കളായ മലക്കുകളുടെ അവസ്ഥ, അലൈഹ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്, അതിന്റെ മേൽനോട്ടം, ആ നരകത്തിന്റെ മേൽനോട്ടം ഗിലാദുൻ ശിദാദ്, സ്വഭാവത്തിൽ പരുക്കരും അതുപോലെ തന്നെ മസിൽ പവറിൽ ശക്തരുമായ, കരുത്തരും അതുപോലെ തന്നെ പരുക്കൻ സ്വഭാവമുള്ളവരുമായ മലായിക്കത്തുകളാണ് അതിനെ നിയന്ത്രിക്കുന്നത്. കരുണ എന്താണ്, സ്നേഹം എന്താണ്, ആർദ്രത എന്താണ് എന്നറിയാത്തവർ. കാരണം അല്ലാഹു തആല അതിനുവേണ്ടി സൃഷ്ടിച്ച മലക്കുകളായതുകൊണ്ട് ഇത്തരം വികാരങ്ങൾ അവരിലില്ല. അതുകൊണ്ട് തന്നെ അവർ കടുത്ത രൂപത്തിൽ തന്നെ ശിക്ഷകൾ നൽകും. ലാ യഅസൂനല്ലാഹ മാ അമറഹും, മലക്കുകളായതുകൊണ്ട് തന്നെ അല്ലാഹു കൽപ്പിച്ച ഒന്നിനെയും അവർ ധിക്കരിക്കില്ല. ചെയ്യാൻ പറഞ്ഞത് അതവർ ചെയ്യാതിരിക്കില്ല. അതുപോലെ തന്നെ വയഫ്അലൂന മാ യുഅ്മറൂൻ, വയഫ്അലൂന മാ യുഅ്മറൂൻ, അവരോട് കൽപ്പിക്കപ്പെട്ടത് അവർ ചെയ്തിരിക്കും. അത് രണ്ടും ഒന്നല്ലേ എന്ന് സ്വാഭാവികമായി തോന്നിയേക്കാം. ലാ യഅസൂന മാ അമറഹും, ലാ യഅസൂന അല്ലാഹ മാ അമറഹും എന്ന് പറഞ്ഞാൽ അല്ലാഹു പറഞ്ഞതൊന്നും ചെയ്യാതിരിക്കില്ല, അത് ചെയ്തിരിക്കുമെന്നാണ് അർത്ഥം. അപ്പോൾ പിന്നെ യഫ്അലൂന മാ യുഅ്മറൂൻ എന്ന് പറഞ്ഞാലോ, അല്ലാഹു എന്താണോ അവരോട് കൽപ്പിക്കപ്പെടുന്നത് അതവർ ചെയ്തിരിക്കും എന്ന് പറഞ്ഞാൽ താമസം വിനാ ചെയ്തിരിക്കും.
ചിലപ്പോൾ പറഞ്ഞതൊക്കെ കേൾക്കും, പക്ഷെ അതൊരു 2 കൊല്ലം കഴിഞ്ഞിട്ടേ കേൾക്കൂ, 2 മാസം കഴിഞ്ഞിട്ടേ കേൾക്കൂ. അങ്ങനെ വെച്ച് താങ്ങി വൈകിപ്പിച്ചുകൊണ്ട് ചെയ്യുന്നവരുണ്ട്. അങ്ങനെയല്ല, ഉടനെ തന്നെ അത് ചെയ്യും എന്നാണ് ആ രണ്ടാമത്തെ പ്രയോഗത്തിന്റെ അർത്ഥം. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഇതൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെ നരകത്തിൽ കടക്കുന്ന ആളുകളോട് നരകത്തിൽ കടന്ന് അവർ നരകത്തിൽ നിന്ന് ആർത്ത് വിളിച്ച് ഒരു സംരക്ഷണം ആവശ്യപ്പെടുമ്പോൾ മലായിക്കത്ത് അവരോട് പറയുന്നു, യാ അയ്യുഹല്ലദീന കഫറൂ ലാ തഅ്തദിറുൽ യൗം, ഓ നന്ദി കെട്ട വർഗമേ, നന്ദികേട് കാണിച്ചവരെ, ലാ തഅ്തദിറുൽ യൗം, ഇന്ന് നിങ്ങൾ നരകത്തിൽ കിടന്ന് മുടന്തൻ ന്യായങ്ങൾ വിളിച്ചു പറയേണ്ട. നിങ്ങൾ എന്തെങ്കിലും പ്രതിബന്ധങ്ങൾ പറഞ്ഞ് വക്കുപൊട്ടിയ ന്യായങ്ങൾ അവതരിപ്പിച്ച് നരകത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തുമോ? രക്ഷപ്പെടുത്തിയാൽ ഇനി ഈ വഴി വരില്ല, ദുനിയാവിലേക്കൊരു തിരിച്ചുപോക്ക് തന്നാൽ ഞങ്ങൾ നന്നായിക്കൊള്ളാം, ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയുന്നുണ്ടാവും. പക്ഷെ അങ്ങനെയൊന്നും പറഞ്ഞു ഒടിയണ്ട. ഇന്നമാ തുജ്സൗന മാ കുന്തും തഅ്മലൂൻ, നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തന ഫലമായിട്ട് മാത്രമാണ് ഇതെല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്തു ചെയ്തോ അതിന്റെ ശമ്പളമാണ് നിങ്ങൾ പറ്റിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ വകയായി നിങ്ങളെ എന്തെങ്കിലും ഒരു തരിമ്പ് ആക്രമണം നിങ്ങൾ കേൾപ്പിച്ചിട്ടില്ല. നമ്മുടെ വകയായി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആക്രമണം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ഒരു ദ്രോഹവും പറയാനില്ല. നിങ്ങളാൽ വരുത്തി വെച്ചത് നിങ്ങൾ അനുഭവിക്കുക. ഇന്നമാ തുജ്സൗന മാ കുന്തും തഅ്മലൂൻ. ഇതാണ് ഈ ആയത്തിന്റെ നേർക്കുനേർ അർത്ഥതലം. ഇനി നമുക്കതൊന്ന് വിശദീകരിക്കാം. ആദ്യമായി അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ വിളിച്ചു പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. വിശ്വാസികളല്ലാത്തവർക്ക് അവർ നരകത്തിൽ വിശ്വസിക്കുന്നില്ല, പരലോകത്തിൽ വിശ്വസിക്കുന്നില്ല, അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല, റസൂലുള്ളാഹിയിൽ വിശ്വസിക്കുന്നില്ല. അള്ളാഹുവില്ല, റസൂലില്ല, മഹ്ശറില്ല. ഇവരോട് എന്തു പറയാൻ? അപ്പോൾ വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഖൂ അൻഫുസക്കും വഅഹ്ലീകും നാറ, നിങ്ങളും നിങ്ങളുടെ കുടുംബവും. ഈ രണ്ടു കൂട്ടരും സന്തോഷത്തിലാവണമെന്ന് ദുനിയാവിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നല്ലോ. ഒരു സങ്കടവും നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിനോ വരരുത്, സങ്കടവും നഷ്ടവും ഒന്നും വരരുത് എന്ന്. എങ്കിൽ ഏറ്റവും വലിയ സങ്കടം നരക ജീവിതമാണ്, ഏറ്റവും വലിയ നഷ്ടം പരലോക നഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് മക്കളെ, നിങ്ങളോട് പറയാനുള്ളത്, അല്ലാഹു തആല പറയുന്നു, എന്റെ പ്രിയപ്പെട്ട അടിമകളെ, നിങ്ങൾ നിർബന്ധമായിട്ടും അല്ലാഹു റബ്ബുൽ ഇസ്സത്തില് അഭയം പ്രാപിച്ച് അല്ലാഹുവിനോട് നിങ്ങൾ നരകത്തെ തൊട്ട് അഭയം തേടണം, നരകത്തെ തൊട്ട് കാവൽ ചോദിക്കണം. അതിനു പറ്റിയ, അതിനായിട്ട് പ്രത്യേകം റിസർവ് ചെയ്ത 10 ഇപ്പോൾ നാം സമാഗതമായിരിക്കുന്ന 10. അത് ഓരോരുത്തരും ഉപയോഗപ്പെടുത്തണമെന്നാണ് ആദ്യമായി ഉണർത്താനുള്ളത്. തീർച്ചയായിട്ടും സ്വന്തം ശരീരത്തിന്റെ കാര്യം മാത്രം നോക്കിയിട്ട് കാര്യമില്ല, കുടുംബവും കൂടെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. അപ്പോഴേ സ്വർഗത്തിലെത്തി കുടുംബത്തോടൊപ്പം ജീവിക്കുമ്പോഴേ സന്തോഷമുണ്ടാവൂ. അതുകൊണ്ടാണ് സൂറത്തുർ റഅദിൽ അല്ലാഹു ജന്നാതു അദ്നി യദ്ഖുലൂനഹാ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരായത്ത് അവതരിപ്പിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ പറയാം. ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ വേണമെങ്കിൽ അത് നമുക്ക് നാളെ തന്നെ നമുക്ക് സംസാരിക്കാവുന്നതാണ്. കുടുംബസമേതം സ്വർഗത്തിലെത്തണം, അതിന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ടതുണ്ട്. ഏതായാലും അത് കഴിഞ്ഞതിന്റെ ശേഷം നരകത്തിന്റെ കടുപ്പമാണ് അവതരിപ്പിക്കുന്നത്. അതാണ് പ്രിയപ്പെട്ട കൂട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. നാറൻ എന്ന് കഴിഞ്ഞതിന്റെ ശേഷം ഏതു നരകത്തെ തൊട്ടാ നിങ്ങൾ രക്ഷ നേടേണ്ടത് എന്ന് പറഞ്ഞ് അള്ളാഹു പരിചയപ്പെടുത്തുന്നു. വഖൂദുഹന്നാസു വൽ ഹിജാറ, ആ നരകത്തിലെ ഇന്ധനം, ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് അന്നാസു വൽ ഹിജാറ, ദുഷ്ടജനങ്ങളും അതുപോലെ തന്നെ കല്ലുകളും ആണ്. നരകത്തിലെ കല്ലുകളും നരകത്തിലെ ദുഷ്ടജനങ്ങളുമാണ് നരകത്തിൽ കത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം നിർബന്ധമായും നിങ്ങൾ നോക്കിയേ പറ്റൂ. നിങ്ങൾ അതേക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ന്യായവും ഇല്ല. ഈ ആയത്തിറങ്ങുമ്പോൾ വഖൂദുഹന്നാസു വൽ ഹിജാറ എന്ന് പറഞ്ഞ ആയത്തിറങ്ങുമ്പോൾ സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ആയത്ത് സ്വഹാബത്തിന്റെ മുമ്പിൽ ഇങ്ങനെ പാരായണം ചെയ്തപ്പം ഫസമിഅഹ ഷാബുൻ ഇലാ ജംബിഹി, തിരുനബിയുടെ ചാരത്തിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഈ ആയത്ത് കേട്ട ഉടനെ തന്നെ ഫസ്വഇഖ്, അയാള് ബോധരഹിതനായി അങ്ങ് വീണു.
എത്ര ഗൗരവമുള്ള കാര്യമാണ്. നമ്മളൊക്കെ എത്ര കാലമായി വഅദ് പറയുന്നു, കേൾക്കുന്നു. നരകത്തിന്റെ ഗൗരവത്തെക്കുറിച്ച് ആർക്കെങ്കിലും ഒരു ചെറിയ ചിന്തയെങ്കിലും വന്നിട്ടുണ്ടോ മോമിനീങ്ങളെ? പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മൾ ആലോചിക്കേണ്ടതാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന ഓരോ സഹോദരനും സഹോദരിയും ആലോചിക്കേണ്ടതാണ്. നരകത്തിൽ പോകണമല്ലോ, അത് ഞാൻ എങ്ങനെ സഹിക്കും? പടച്ചോനെ, എനിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന് എപ്പോഴെങ്കിലും നമ്മൾ മനസ്സിലൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? മനസ്സറിഞ്ഞ് അതിനുവേണ്ടി റബ്ബിനോടൊന്ന് ദുആ ചെയ്തിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്തങ്ങ് ഓതിയപ്പം വഖൂദുഹന്നാസു വൽ ഹിജാറ, അവിടെ കത്തിക്കപ്പെടുന്നത് മനുഷ്യരെയും കല്ലുകളെയുമാണ് എന്നങ്ങ് പറഞ്ഞപ്പോഴേക്ക് നബിതങ്ങളുടെ ചാരത്തിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ ഫസ്വഇഖ്, അയാൾ ബോധം കെട്ടങ്ങ് വീണുപോയി. ഫജഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഅസഹു ഫീ ഹിജ്രിഹി, ഉടനെ ബോധരഹിതനായി വീണ അദ്ദേഹത്തെ എടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ തല നബിതങ്ങളുടെ മടിയിൽ വെച്ച് അദ്ദേഹത്തെ പരിചരിക്കാൻ തുടങ്ങി, അദ്ദേഹത്തെ സമാശ്വസിപ്പിക്കാൻ തുടങ്ങി. റഹ്മത്തുല്ലഹു, അയാളോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹ പ്രകടനത്തിന്റെ ഭാഗമായി അയാളെ തലോടി നബിതങ്ങൾ അയാളുടെ തല മടിയിൽ വെച്ച് ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുമ്പോൾ ഫമകസ മാഷാ അല്ലാഹു അൻ യംകുസ്, കുറച്ചു നേരം അങ്ങനെ ബോധരഹിതനായി തന്നെ കിടന്നു. സുമ്മ ഫതഹ ഐനൈ, പിന്നീട് ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ കണ്ണുകൾ തുറക്കാൻ തുടങ്ങി. അദ്ദേഹം മിഴി തുറന്നു, അദ്ദേഹം കണ്ണു തുറന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മടിയിൽ നബിതങ്ങളുടെ പൂമുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അള്ളാന്റെ റസൂലിന്റെ മടിയിൽ കിടക്കാനുള്ള ഒരു ഭാഗ്യം അദ്ദേഹത്തിന് ഇതുവഴി കിട്ടിയിരിക്കുകയാണ്. ഇയാള് കണ്ണു തുറന്ന് മുത്തുനബിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയപ്പം സുബ്ഹാനല്ലാഹ്, ഉടനെ തന്നെ ഈ മനുഷ്യൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു. കണ്ണു മിഴിച്ചു നോക്കുമ്പോൾ ഫൈദാ റഅസുഹു ഫീ ഹിജ്രി റസൂലില്ലാ, അദ്ദേഹം കാണുന്നത് അള്ളാന്റെ റസൂലിന്റെ മടിയിലാണ് തന്റെ തലയുള്ളത്. ഇത് ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ്. ഇത് കണ്ടപ്പോ അദ്ദേഹം ചോദിച്ചു, ബി അബി അൻത വ ഉമ്മീ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ വാപ്പയും ഉമ്മയും അങ്ങേക്ക് ദണ്ഡമാണ് തങ്ങളെ, അങ്ങേക്ക് ദണ്ഡമാണ് തങ്ങളെ. ഞാൻ അങ്ങയോട് ചോദിക്കട്ടെ, മിസ്ലു അയ്യി ഷൈഇനിൽ ഹജർ, നരകത്തിൽ കത്തിക്കുന്ന കല്ലുകൾ അതേതു തരത്തിലുള്ള കല്ലാണ് യാ റസൂലല്ലാഹ്? എങ്ങനെയാണ് ആ കല്ല്? ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അമാ യക്ഫീക മാ അസ്വാബക്, നിങ്ങൾക്കിപ്പോൾ വന്നെത്തിയ വിവരം ഞാൻ ജസ്റ്റ് വിശദീകരിക്കാതെ ഇതങ്ങ് ഓതിയപ്പോഴേക്ക് നിങ്ങൾ ബോധം കെട്ട് വീണു. ഇനി ഇത് വിശദീകരിച്ച് കേട്ടാൽ, ഈ കല്ലിന്റെ ഗൗരവമൊക്കെ ഞാൻ പറഞ്ഞു കേട്ടാൽ നിങ്ങൾക്ക് താങ്ങാൻ പറ്റുമോ? അമാ യക്ഫീക മാ അസ്വാബക്, നിങ്ങൾക്ക് കിട്ടിയ ആ ലെവല് പോരെ ഇപ്പം? ഇനിയും കൂടുതൽ അളവ് നിങ്ങൾ താങ്ങുമോ കൂട്ടുകാരാ? എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ചോദ്യം നിർബന്ധ രൂപത്തിലും അല്ലെങ്കിൽ അറിയാനുള്ള ആവേശത്തിലുമാണല്ലോ, ഞാൻ പറയാം. അല അന്നൽ ഹജറ ഫിയ മിൻഹ, നരകത്തിൽ നിന്നുള്ള ഒരു കല്ല്. കൂടുതൽ പറഞ്ഞാൽ അതേക്കുറിച്ച് ഇങ്ങനെയാണ് പറയാനുള്ളത്, നരകത്തിൽ നിന്നുള്ള ഒരു കല്ല്. ആ കല്ല് ഇദാ വുദിഅ ലൗ വുദിഅ അലാ ജിബാലി ദുനിയ, ഈ ദുനിയാവിലെ വലിയ മലകളുടെ മുകളിലും ആ ഒരു കല്ലിങ്ങനെ കൊണ്ടുപോയി വെച്ചാൽ ലദാബത്തു മിൻഹു, ആ പർവ്വതങ്ങളെല്ലാം ഉരുകി ഒലിച്ചു പോകും. അത്ര കടുപ്പമാണ്, മല പോലും ഉരുകിപ്പോകും ആ ഒരു കല്ല് അതിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചാൽ. അത്രയും കടുപ്പമാണിത്. അങ്ങനെ ഇന്ന മഅ കുല്ലി ഇൻസാനിൻ മിൻഹും, നരകാവകാശികളിൽ ഓരോരുത്തരോടൊപ്പവും ഹജറൻ, അവർക്ക് സെപ്പറേറ്റ് ഒരു കല്ല് അവരുടെ ശരീരത്തിൽ കെട്ടിത്തൂക്കിയിട്ടുണ്ടാകും എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഇനി ഈ കല്ലിനെ കുറിച്ച് ഇതേതു തരത്തിലുള്ള കല്ലാന്ന് ചോദിച്ചപ്പം അവിടുന്ന് മറുപടി പറഞ്ഞത് കരിങ്കല്ലാണ് എന്നാണ്. എന്താ ഈ കരിങ്കല്ല് തന്നെ ആവാൻ കാരണം? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഫറാ റളിയല്ലാഹു അൻഹു ഒക്കെ പറയുന്നു, ഇങ്ങനെ ഈ കരിങ്കല്ല് എന്ന് തന്നെ പ്രത്യേകം പറയാൻ കാരണം വഖുസ്സത്ത് ബിദാലിക ലിഅന്നഹാ തസീദു അലാ ജമീഇൽ അഹ്ജാരി ബിഖംസതി അൻവാഇ മിനൽ അദാബ്. കരിങ്കല്ല്, മങ്കല്ലും കരിങ്കല്ലും, മൺകല്ലും കരിങ്കല്ലും, അത് രണ്ടും നമ്മൾ തട്ടിച്ചു നോക്കുമ്പോൾ മൺകല്ലിലില്ലാത്ത 5 വിശേഷണങ്ങള്, 5 സവിശേഷതകള് കരിങ്കല്ലിനുണ്ട്. ഒന്ന് സുർഅത്തുൽ ഇത്തിഖാദ്, പെട്ടെന്ന് ചൂടാകും. മങ്കല്ല് ഒരുപാട് നേരം തീയിലിട്ടെങ്കിലേ ചൂടാവൂ, മറ്റേതങ്ങനെയല്ല, തീ കാണിക്കുമ്പോഴേക്ക് ചൂടാവും. പിന്നെ നഥനു റായിഹ, അതിലെ ഈ നരകാവകാശികളുടെ ശരീരത്തിലെ ഈ ചീഞ്ചലവും എല്ലാം കൂട്ടി
അത് മങ്കല്ലുകളുടെ കൂട്ടത്തിലിട്ട് ഇളക്കും പോലെയല്ല. ഈ കരിങ്കല്ലില് ഈ നരകാവകാശികളുടെ ചീഞ്ചലം എല്ലാം ഇട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു ദുർഗന്ധം, വല്ലാത്ത ഒരു ബാഡ് സ്മെൽ അതിൽ നിന്നിങ്ങനെ പുറത്തേക്ക് വരും. ദുർഗന്ധം ഇങ്ങനെ പുറത്തേക്ക് വരും. നമ്മുടെ റോഡ് പണിക്കൊക്കെ പലപ്പോഴും ടാറ് ഉരുക്കുന്ന സമയത്ത്, അത് മിക്സ് ചെയ്യുന്ന സമയത്തൊക്കെ ഉപയോഗിക്കല് ഈ കരിങ്കല്ലാണ്. വല്ലാത്തൊരു നാറ്റമാണ് ഇത് മിക്സ് ചെയ്യുന്ന സമയത്തുണ്ടാവാറുള്ളത്. പിന്നെ മറ്റൊന്ന് കസറത്തു ദുഹാൻ, പുക അധികരിക്കും. മങ്കല്ലിട്ട് കൂട്ടിക്കുഴച്ചാൽ അത്ര പുകയുണ്ടാകൂല. കരിങ്കല്ലിട്ട് കൂട്ടിക്കുഴച്ചാൽ ശരിക്കും കറുത്ത പുക ഇങ്ങനെ പോകും. ശിദ്ദത്തുൽ ഇൽതിസാഖ്. പിന്നെ മറ്റൊന്ന് പെട്ടെന്ന് ചൂട് പിടിക്കും എന്നതൊരു കാര്യം. അതോടൊപ്പം തന്നെ ശിദ്ദത്തുൽ ഇൽതിസാഖ്, പെട്ടെന്ന് അത് അള്ളിപ്പിടിച്ച് പറ്റിപ്പിടിച്ച് നിൽക്കൽ കൂടും അതിന്. മങ്കൽ അങ്ങനെയല്ല, മറ്റത് പെട്ടെന്ന് ശരീരത്തോട് അങ്ങ് പറ്റിപ്പിടിച്ചു നിൽക്കും. ബിൽ അബ്ദാൻ ഖുവ്വത്തു ഹർരിഹാ ഇദാ ഹമിയത്. പെട്ടെന്ന് ചൂടാകുമെന്ന് പറഞ്ഞതുപോലെ ചൂട് ഒരുപാട് ലാസ്റ്റ് ചെയ്യും. ഒരുപാട് കഴിഞ്ഞിട്ടേ ആ ചൂട് തണുക്കുള്ളൂ. തണുക്കണമെങ്കിൽ സമയം പിടിക്കും. മൺകല്ല് ചൂടാവണമെങ്കിൽ കുറെ സമയം എടുക്കും. ചൂടായാൽ പെട്ടെന്ന് തണുക്കും. ചെങ്കല്ല് അതേസമയം ഈ ചെങ്കല്ല്, മൺകല്ല് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചതൊന്നാണ്. അപ്പോ ഈ കരിങ്കല്ലിന്റെ പ്രത്യേകത അങ്ങനെയല്ല. കരിങ്കല്ല് പെട്ടെന്ന് ചൂട് പിടിക്കും, എന്നാൽ പിടിച്ചാൽ ആ ചൂട് പെട്ടെന്ന് ഇറങ്ങുകയും ഇല്ല. അതാണ് അതിന്റെ പ്രത്യേകത. ഇനി പറയുന്നത് അലൈഹ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്. ആ ജയിലിന്റെ വാർഡന്മാരുടെ സ്വഭാവമാണ് പറയുന്നത്. നരകം ഒരു തടവറയാണ്. ആ തടവറയുടെ വാർഡന്മാർ അവരെങ്ങനെയാണ്? അവര് ഗിലാദുൻ ശിദാദ്, പരുക്കൻ സ്വഭാവക്കാരും അതുപോലെ തന്നെ അതികരുത്തരുമാണ്. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സ്വഭാവ മഹിമ പറഞ്ഞിട്ട്, എന്തെങ്കിലും ഒരു അലിവ് തോന്നിയിട്ട്, ഏതെങ്കിലും നിലയിലുള്ള ഒരു സഹതാപം തോന്നിയിട്ട് ശിക്ഷയിൽ ഒരു ഇളവ് വരുത്തുമെന്ന് പ്രതീക്ഷിക്കേണ്ട. കാരണം കാരുണ്യം എന്താണ്, സ്നേഹം എന്താണ്, സിമ്പതി എന്താണ്, സഹതാപം, അതൊന്നും അവർക്ക് അറിയില്ല. കാരണം അതിനു വേണ്ടിയല്ല അള്ളാഹു അവരെ പടച്ചത്. അപ്പൊ അവരെ പടച്ചപ്പോൾ അള്ളാഹു തആല ഇത്തരം ഗുണങ്ങൾ അവരിൽ നിക്ഷേപിച്ചിട്ടില്ല. ഗിലാദുൻ, അവർ കടുത്ത പ്രകൃതിക്കാരാണ്. ഷിദാദുൻ, ഇനി അവരെ തോൽപ്പിച്ച് കളയാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ തെറ്റി. മസിൽ പവറിന്റെ കാര്യത്തിൽ അവര് പവർഫുൾ ആണ്. ഷിദാദുൻ, അവർ ശക്തരാണ്. അവരിൽ നിന്ന് കുതറിയോടാൻ ആർക്കും കഴിയില്ല. അവർക്ക് പിടിച്ചൊതുക്കാൻ പറ്റാത്ത ഒരാളുമില്ല. അതുകൊണ്ടാണല്ലോ വേറെ ഒരായത്തിൽ നമുക്ക് കാണാൻ കഴിയും അലൈഹാ തിസ്അത അശർ, ആകെ 19 ആളെ അതിന് വേണ്ടതുള്ളൂ. 19 ആളെ നരകത്തിന്റെ വാർഡന്മാരായിട്ടുള്ളൂ. 19 ആള് മൊത്തം നിയന്ത്രിക്കും. അവിടെയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു ശത്രു, 19, ഒരു 20 ആള് വന്നാൽ ഞാൻ ഒറ്റക്ക് നോക്കും. അത്രയും വലിയ മല്ലനായിരുന്നു അയാൾ. എനിക്കെന്ത് 19 എന്ന് ചോദിച്ചില്ലേ? അപ്പോഴാണ് അല്ലാഹു തആല പറഞ്ഞത്, ഇത്തരത്തില് ഈമാൻ കുറഞ്ഞ ആളുകളെ അല്ലെങ്കിൽ ഈമാൻ ഇല്ലാത്തവരെ പരീക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ 19 എന്ന എണ്ണം നിശ്ചയിച്ചിട്ടുള്ളത്. 1000 ആളെ വിന്യസിപ്പിക്കാൻ, നരകത്തിന്റെ വാർഡന്മാരായി വിന്യസിപ്പിക്കാൻ എനിക്ക് പറ്റാത്തത് കൊണ്ടല്ല, അല്ലെങ്കിൽ 10,000 ആളെ ഇറക്കാൻ പറ്റാത്തത് കൊണ്ടല്ല. 19 എന്ന് കേൾക്കുമ്പോൾ അത് നിസ്സാരമാക്കി തള്ളിക്കളയും ജനങ്ങള്. പക്ഷേ അവരെ മൊത്തം പിടികൂടാൻ ആ 19 1 മതിയാവും. അതാണ് അതിന്റെ അവസ്ഥ. ഏതായാലും ഗിലാദുൻ ഷിദാദുൻ, കരുത്തരാണ്. അതേസമയം അവർ ഏതുമാണ്? കരുത്തരാണെന്നതോടുകൂടെ കുറച്ച് കടുത്ത സ്വഭാവക്കാരും കൂടെ ആണെങ്കിൽ പിന്നീട് അവരുടെ കഥ പറയേണ്ടതില്ലല്ലോ. അങ്ങനെ അവർ പിടിച്ചൊതുക്കും എല്ലാ അർത്ഥത്തിലും. പിന്നീട് ചെയ്യാൻ പറഞ്ഞത് കൃത്യനിർവഹണത്തിലെങ്കിലും എന്തെങ്കിലും വീഴ്ച വരുത്തിയാലും പറഞ്ഞ ശിക്ഷ സമയത്തിന് കിട്ടാതെ പോകും. ഇല്ല, ലാ യഅ്സൂന അല്ലാഹ മാ അമറഹും, അള്ളാഹുവിനോട് കൽപ്പിച്ചതൊന്നും, അള്ളാഹുവിനോട് കൽപ്പിച്ച ഒരു കാര്യത്തിലും ധിക്കാരം കാണിക്കാത്തവരാണ്. പറഞ്ഞത് അപ്പടി ചെയ്യുന്നവരാണ്, കൃത്യമായി ചെയ്യുന്നവരാണ്. കൃത്യമായി ചെയ്യുമെന്നല്ല, അത് അപ്പപ്പോൾ ചെയ്യും. അതാണ് ഇനി അടുത്ത ആയത്ത്, എന്ന് കഴിഞ്ഞാൽ, അത് കഴിഞ്ഞ ഉടനെ തന്നെ പറയുന്നു ഒരേ ആശയമാണെന്ന് തോന്നുന്ന രണ്ടാമത്തേത് താമസം വിനാ ചെയ്യും എന്നാണ് അതിന്റെ അർത്ഥം.
അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ നിലവിളിക്കുമ്പോഴാണ് അള്ളാഹു പറയുന്നത്, യാ അയ്യുഹല്ലദീന കഫറു, ഓ നന്ദി കെട്ട വർഗമേ, ലാ തഅ്തദിറുൽ യൗം എന്ന് പറഞ്ഞാൽ മലക്കുകളാണ് ഇത് പറയുക. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ലാ തഅ്തദിറുൽ യൗം, ഇന്ന് നിങ്ങൾ മുടന്തൻ ന്യായങ്ങൾ എഴുന്നള്ളിക്കാൻ നോക്കണ്ട. ഇന്നമാ തുജ്സൗന മാ കുന്തും തഅമലൂൻ, നിങ്ങൾ അനുഭവിക്കുന്നത് നിങ്ങളുടെ കർമ്മത്തിന്റെ, നിങ്ങളുടെ ജോലിയുടെ ശമ്പളമാണ്. ഞാനായിട്ട് എന്റെ വകയായി നിങ്ങൾക്കൊന്നും തരുന്നില്ലേ എന്ന് അല്ലാഹു തആല കൃത്യമായി പറയുകയാണ്. അല്ലാഹു തആല ഈ കടുത്ത നരകത്തിൽ പോയി കിടക്കേണ്ട ഒരു ഗതികേടിനെ തൊട്ട് അല്ലാഹു നമ്മളെ കാക്കട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. പ്രത്യേകിച്ച് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഈ റമദാനിന്റെ അവസാനത്തെ പത്തില് ഒരുപാട് തവണ മനസ്സുരുകി അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ, നരകത്തിൽ കിടന്നു വെന്തെരിയുന്ന ചിത്രം മനസ്സിലിങ്ങനെ, ആ മനസ്സിൽ ആ ചിത്രം ഇങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് റബ്ബിനോട് ചോദിച്ചാൽ റബ്ബ് കരുണയുള്ളവനാണ്. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളെ ഈ റമദാനിന്റെ ഹക്ക് ജാഹ് ബർക്കത്തുകൊണ്ട്, പ്രത്യേകിച്ച് അതിന്റെ റമദാനിന്റെ അവസാനത്തെ പത്തിന്റെ ബർക്കത്തുകൊണ്ട്, പാപികളാണല്ലാ, കാലിക്കയ്യാണല്ലാ, കാര്യമായി ഞങ്ങൾ ഇബാദത്തുകൾ ചെയ്തിട്ടില്ല, നോമ്പുകൾ നോറ്റിട്ടില്ല, ഒരുപാടൊന്നും നല്ല കാര്യങ്ങൾ നിന്റെ മുമ്പിൽ വെച്ച് ചോദിക്കാനില്ല. പക്ഷേ നിന്നിൽ ഞങ്ങൾക്ക് അചഞ്ചലമായ വിശ്വാസമുണ്ട്, പരലോകത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അത് മാത്രമാണ് ഞങ്ങൾക്ക് ഉറപ്പുള്ളത് എന്ന് നേരത്തെ ഞങ്ങൾ വിശുദ്ധ ഖുർആനിലെ പല ആയത്തുകളും വിശദീകരിക്കുമ്പോൾ പറഞ്ഞതാണ്. അതുകൊണ്ട് പടച്ചോനെ, ഞങ്ങളെ നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ, ഞങ്ങളെയും ഞങ്ങളെ കുടുംബത്തെയും നീ സ്വർഗത്തിൽ കടത്തിത്തരണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.